ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തും. വിഷയത്തിൽ രവി ഡി.സിയുടെ മൊഴി രേഖപ്പെടുത്തും. ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതുമായി ഇ.പി. ജയരാജനും ഡി.സി ബുക്സും തമ്മിൽ കരാറുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കും. ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള കരാറിനെ സംബന്ധിച്ച് ഡി.സി ബുക്സിലെ 2 ജീവനക്കാരുടെ മൊഴി ഇതിനോടകം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തങ്ങൾക്കറിയില്ലെന്ന മൊഴിയാണ് ഈ ജീവനക്കാർ നൽകിയതെന്നാണ് വിവരം. രവി ഡി.സിയിൽ നിന്ന് ഇതു സംബന്ധിച്ച കൂടുതൽ വിശദീകരണം തേടാനാണ് പോലീസിന്റെ തീരുമാനം. പുസ്തകത്തിന്റെ 178 പേജുകളുടെ PDF ഏതു വിധത്തിലാണ് പുറത്തുപോയതെന്നതാണ് ഇ.പി. ജയരാജൻ പ്രധാനമായും മുന്നോട്ട് വെച്ചിരിക്കുന്ന ചോദ്യം. അതിൽ ഗൂഢാലോചന നടന്നതായി സംശയിക്കുന്നതായും ഇ.പി. ജയരാജൻ പ്രതികരിച്ചിരുന്നു. PDF ചോർന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തും. മാധ്യമപ്രവർത്തകരിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത്. PDF ആർക്കൊക്കെ എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളത് കണ്ടെത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഇ.പി. ജയരാജന്റെ മൊഴിയും ഇക്കാര്യത്തിൽ നിർണായകമാണ്. മൊഴി നൽകാനായി ഇ.പി. ജയരാജൻ കൂടുതൽ സമയം തേടിയിട്ടുണ്ട്. വിഷയത്തിൽ ഒരു പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ആത്മകഥാ വിവാദത്തിൽ ഇ.പി. ജയരാജൻ DGPക്ക് പരാതി നൽകിയിരുന്നു. തനിക്കെതിരെ ഗൂഢാലോചന നടത്തി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുവെന്നാണ് ഇ.പി. ജയരാജൻ ഇമെയിൽ വഴി നൽകിയ പരാതിയിൽ പറയുന്നത്. വിവാദത്തിന് പിന്നാലെ ഇ.പി. ജയരാജൻ ഡി.സി ബുക്സിനെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ആത്മകഥ ആർക്ക് പ്രസിദ്ധീകരണത്തിന് നൽകണമെന്ന ആലോചനയ്ക്കിടെ സമൂഹത്തിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനും തന്റെ കക്ഷിയെ തേജോവധം ചെയ്യാനും ഉദ്ദേശിച്ചാണ് ഡി.സി ബുക്സ് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചതെന്ന് നോട്ടീസിൽ പറയുന്നു. ഡി.സി ബുക്സ് പുറത്തുവിട്ട എല്ലാ പോസ്റ്റുകളും ആത്മകഥാഭാഗങ്ങളും പിൻവലിച്ച് നിർവ്യാജം ഖേദപ്രകടനം നടത്തണമെന്നും ആവശ്യമുണ്ട്.